TLB's ബയോളജി ക്ലാസ്സസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഹയർ സെക്കൻഡറി +2 സുവോളജി റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗം വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺട്രാസെപ്റ്റീവ്സ് ഡിവൈസസ് ഗർഭനിരോധന മാർഗങ്ങളെ കുറിച്ചാണ്. ഡിയർ സ്റ്റുഡൻസ്, കുറച്ചു വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് വിവാഹപ്രായമെത്തുകയും നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അടുത്ത ഒരു കുഞ്ഞുമായിട്ട് നിർബന്ധമായിട്ടും കുറച്ച് പ്രായവ്യത്യാസം ഉണ്ടാകണം. ആ സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഒരു ലൈംഗിക ജീവിതം അനുവർത്തിക്കേണ്ടത്, അതിന് എന്ത് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യും. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് കൺട്രാസെപ്റ്റീവ്സ് എന്ന് വിളിച്ചാൽ? കൺട്രാസെപ്റ്റീവ്സ് ആർ ഡിവൈസസ് യൂസ്ഡ് ടു പ്രിവെന്റ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ്. ആവശ്യമില്ലാത്ത ഗർഭധാരണം ഒഴിവാക്കുവാൻ വേണ്ടി ഉള്ള മാർഗങ്ങളെയാണ് കൺട്രാസെപ്റ്റീവ് ഡിവൈസസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ധാരാളം മാർഗങ്ങൾ ഗർഭനിരോധനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താവുന്നതുണ്ട്. അവയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു കൺട്രാസെപ്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗത്തിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകണം, എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടാകണം? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺട്രാസെപ്റ്റീവ്സ്? ആൻ ഐഡിയൽ കൺട്രാസെപ്റ്റീവ് ഷുഡ് ബി യൂസർ ഫ്രണ്ട്ലി. ഉപയോഗിക്കുന്ന ആൾക്ക് ഉപയോഗിക്കാൻ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം, ഈസിലി അവൈലബിൾ ആയിരിക്കണം, എളുപ്പത്തിൽ കിട്ടുന്നതായിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം, റിവേഴ്സിബിൾ വിത്ത് നോ ഓർ ലീസ്റ്റ് സൈഡ് ഇഫക്ട്സ്. റിവേഴ്സിബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൺട്രാസെപ്റ്റീവ് മാർഗം ഉപയോഗിച്ച് ഗർഭധാരണം തടയുന്നു. അത് എപ്പോഴാണോ ഗർഭം ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആ സമയത്ത് അതിന് സാധ്യമാക്കണം. അതാണ് ഇത് റിവേഴ്സിബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിത്ത് നോ ഓർ ലീസ്റ്റ് സൈഡ് എഫക്ട്സ്. സൈഡ് എഫക്ട്സുകൾ ഉപയോഗിക്കുന്ന ആളിന് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇറ്റ് ആൾസോ ഷുഡ് നോട്ട് ഇൻ നോ വേ interfere with the sexual drive, desire and or the sexual act of the user. കൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കുമ്പോൾ അത് ആ ആളിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സെക്ഷൽ ഡ്രൈവിനെ, സെക്ഷൽ സ്റ്റിമുലസിനെ, ആ ആഗ്രഹത്തിനെ, ആ വികാരത്തിനെ, അതിനെ ഒന്നും തടയുന്നതാകരുത്. അത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, ഈസിലി അവൈലബിൾ ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം, റിവേഴ്സിബിൾ വിത്ത് നോ ഓർ ലീസ്റ്റ് സൈഡ് ഇഫക്ട്സ്. ഇറ്റ് ഓൾസോ ഷുഡ് ഇൻ നോ വേ ഇന്റർഫിയർ വിത്ത് ദ സെക്ഷൽ ഡ്രൈവ്, ഡിസയർ ആൻഡ് ഓർ ദ സെക്ഷൽ ആക്ട് ഓഫ് ദ യൂസർ. കൺട്രാസെപ്റ്റീവ്സിന്റെ ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. Contraceptives are broadly classified into natural or traditional methods, barrier methods, IUDs or intrauterine devices, oral contraceptives, injectables, implants, surgical methods. ഇപ്പൊ കൺട്രാസെപ്റ്റീവ്സ് നമുക്ക് ഈ ഒരു കാറ്റഗറി ഏതൊക്കെ? നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ്സ്, ബാരിയർ മെത്തേഡ്സ്, IUDs or intrauterine devices, ഓറൽ കൺട്രാസെപ്റ്റീവ്സ്, ഇൻജെക്റ്റബിൾസ്, ഇംപ്ലാന്റ്സ്, സർജിക്കൽ മെത്തേഡ്സ് എന്നിങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓരോന്നിന്റെ ആയിട്ട് പ്രത്യേകതകൾ നോക്കാം. നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ്സ്. നാച്ചുറൽ മെത്തേഡ്സ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് അവോയ്ഡിങ് ചാൻസസ് ഓഫ് ഓവം ആൻഡ് സ്പെർം മീറ്റിംഗ്. ഇപ്പൊ ഓവവും എഗ്ഗും തങ്ങളില്, ഓവവും സ്പേമും തങ്ങളില് മീറ്റ് ചെയ്യുന്നത് തടയുക എന്നുള്ളതാണ്. നാച്ചുറൽ മെത്തേഡ് എന്ത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താണ്? അവോയ്ഡിങ് ചാൻസസ് ഓഫ് ഓവം ആൻഡ് സ്പേംസ് മീറ്റിംഗ്. എഗ്ഗും സ്പേമും തങ്ങളില് മീറ്റ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ എന്നൊരു പ്രോസസ്സ് നടക്കാതെ തടയുക എന്നുള്ളതാണ് നാച്ചുറൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്സിൽ അവലംബിക്കുന്നത്. എന്തൊക്കെയാണ് നാച്ചുറൽ മെത്തേഡ്സ്? Natural or traditional methods are classified into periodic abstinence, withdrawal or coitus interruptus, lactational amenorrhea. മൂന്നായിട്ട് നമുക്ക് നാച്ചുറൽ മെത്തേഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? പീരിയോഡിക് ആബ്സ്റ്റിനൻസ്,
withdrawal or coitus interruptus, lactational amenorrhea. ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റില് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. എന്താണ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്? In this method, couples avoid or abstain from coitus from day 10 to 17th of the menstrual cycle when ovulation could be expected. എന്താണ് ഇതിന്റെ മെത്തേഡിന്റെ പ്രത്യേകത? ഫീമെയിൽസിന്റെ മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ച് നമ്മൾ നേരത്തെ മനസ്സിലാക്കി അല്ലെ. അപ്പൊ മെൻസ്ട്രൽ സൈക്കിളിന്റെ 10 to 17 ഡേയ്സ്, 10 മുതൽ 17 വരെയുള്ള ദിവസങ്ങൾ കപ്പിൾ എന്ത് ചെയ്യുക? അവോയ്ഡ് ഓർ ആബ്സ്റ്റെയിൻ. ആബ്സ്റ്റെയിൻ മീൻസ് വിട്ടു നിൽക്കുക. ഫ്രം കോയിറ്റസ്, ലൈംഗിക ബന്ധത്തിൽ നിന്നും വിട്ടു നിൽക്കുക. ഏതൊക്കെ ദിവസങ്ങളില്? മെൻസ്ട്രൽ സൈക്കിളിന്റെ 10 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ കപ്പിൾ എന്ത് ചെയ്യുക? ലൈംഗിക ബന്ധത്തിൽ നിന്നും സെക്ഷൽ കോണ്ടാക്റ്റിൽ നിന്നും വിട്ടു നിൽക്കുക. ആബ്സ്റ്റെയിൻ ഫ്രം കോയിറ്റസ്. അതുകൊണ്ടാണ് ഇതിനെ പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് വിളിക്കുന്നത്. പീരിയോഡിക് മീൻസ് ഇവിടെ മെൻസ്ട്രൽ പീരീഡ് ആണ്. ആബ്സ്റ്റിനൻസ്, ആബ്സ്റ്റെയിൻ ചെയ്യുക. ആബ്സ്റ്റെയിൻ ചെയ്യുക മീൻസ് വിട്ടു നിൽക്കുക. അപ്പൊ ഈ ഒരു മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുമ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചതാണ്, മെൻസ്ട്രൽ സൈക്കിളിന്റെ 14ാമത്തെ ദിവസമാണ് ഒരു കറക്റ്റ് 28 ഡേ മെൻസ്ട്രൽ സൈക്കിൾ വരുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം 14ാമത്തെ ദിവസമാണ് ഓവറിയിൽ നിന്നും ഓവം റിലീസ് ചെയ്യുന്നത്. ഈ ഓവത്തിന് ഒരു ദിവസം 24 മണിക്കൂർ ലൈഫ് ഉണ്ട്. അതുപോലെ തന്നെ സ്പേം സെൽസിന് 3 to 5 ഡേയ്സ് ലൈഫ് ഉണ്ട്. അപ്പൊ ആ ഒരു സംഭവം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു ഡേ പറയുന്നത്, 10 to 17 ഡേയ്സ്. അതായത് മെൻസ്ട്രൽ സൈക്കിളിന്റെ മുൻപും പിൻപും എന്നുള്ള കണക്കിൽ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യുക? ലൈംഗിക ബന്ധത്തിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. ഈ ദിവസങ്ങളെയാണ് ഇപ്പോൾ മോസ്റ്റ് ഫർട്ടൈൽ പീരീഡ് ആയിട്ട് കണക്കാക്കുന്നത്. ഈ ദിവസങ്ങളിൽ കപ്പിൾസ് സെക്ഷൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ കുഞ്ഞുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ കുഞ്ഞ് ഉണ്ടാകണമെന്ന് ആഗ്രഹമില്ലാത്തവര് എന്ത് ചെയ്യുക? ഈ ദിവസങ്ങളിൽ സെക്ഷൽ കോണ്ടാക്റ്റിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളതാണ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ് ഉദ്ദേശിക്കുന്നത്. As the chances of fertilization are very high during this period, it is called the fertile period. ഫെർട്ടിലൈസേഷൻ നടക്കാൻ ഏറ്റവും സാധ്യത കൂടുതലുള്ള ദിവസങ്ങളായതുകൊണ്ട് ഈ ദിവസങ്ങളെ എന്ത് പേരിൽ വിളിക്കുന്നു? ഫെർട്ടൈൽ പീരീഡ് എന്ന് വിളിക്കുന്നു. Therefore, by abstaining from coitus during this period, conception could be prevented. ഈ പീരീഡില് ദമ്പതിമാര് ലൈംഗിക ബന്ധത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് വഴി എന്ത് ചെയ്യാം? ഗർഭധാരണം ഒഴിവാക്കാം. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് withdrawal or coitus interruptus. In this method, the male partner withdraws his penis from the vagina just before ejaculation so as to avoid insemination. അപ്പോൾ ഈ ഒരു സെക്ഷൽ കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ആക്ടിവിറ്റിയിൽ എന്താ നടക്കുക? മെയിൽ പാർട്ണർ അദ്ദേഹത്തിന്റെ പെനിസ് ഫീമെയിൽസിന്റെ വജൈനയ്ക്കകത്തേക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് നമ്മൾ ഈ ഒരു സെക്ഷൽ ആക്ടിവിറ്റി എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു ആക്ടിവിറ്റി നടക്കുമ്പോൾ മെയിൽ പാർട്ണർ ഇജാക്കുലേറ്റ് ചെയ്യുന്നു. ഇജാക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? സെമൻ എന്ന് പറയുന്ന ഫ്ലൂയിഡ് അകത്തേക്ക് വജൈനയ്ക്കകത്തേക്ക് സ്രവിപ്പിക്കുക ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഇജാക്കുലേഷന്റെ ടൈം ആകുമ്പോൾ സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിരിക്കുന്ന മെയിൽ പാർട്ണർ അദ്ദേഹത്തിന്റെ പെനിസ് എന്ത് ചെയ്യുക? വജൈനയിൽ നിന്നും വിഡ്രോ ചെയ്യുക. വിഡ്രോ ചെയ്തിട്ട് സെമൻ എന്ന് പറയുന്ന ഫ്ലൂയിഡ് വജൈനയ്ക്കകത്ത് പോകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതാണ് വിഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ്. ആ കോയിറ്റസ് മീൻസ് സെക്ഷൽ ആക്ടിവിറ്റി. ഇന്ററപ്റ്റ് ചെയ്യുക, തടസ്സപ്പെടുത്തുക. അപ്പൊ ആ ഒരു ഇജാക്കുലേഷൻ പ്രോസസ്സ് സെക്ഷൽ ആക്ടിവിറ്റി നടക്കുമ്പോൾ ഫീമെയിൽസിന്റെ വജൈനയ്ക്കകത്തേക്ക് സെമൻ പോകാതെ മെയിൽ പാർട്ണർ പെനിസ് വിഡ്രാ ചെയ്യുന്ന ആ ഒരു രീതിയെയാണ് വിഡ്രോവൽ ഓർ കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. In this method, the male partner withdraws his penis from the vagina just before ejaculation so as to avoid insemination. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് ലാക്ടേഷണൽ അമെനോറിയ.
ലാക്ടേഷണൽ അമെനോറിയ മീൻസ് ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ. മെൻസ്ട്രേഷൻ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. എമെനോറിയ മീൻസ് ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ. ലാക്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താ അറിയാം, നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിന് എന്ത് കൊടുക്കുക, പാല് കൊടുക്കുക. ആ പ്രോസസ്സിനാണ് നമ്മൾ ലാക്ടേഷൻ എന്ന് വിളിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ മെൻസ്ട്രൽ സൈക്കിളും ഓവുലേഷനും ആബ്സെന്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എഫക്റ്റീവായിട്ട് പ്രസവം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ അമ്മയുടെ ശരീരത്തില് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുകയും ആ ഹോർമോണൽ ചേഞ്ചസിന്റെ ഫലമായിട്ട് ഓവുലേഷൻ സ്റ്റോപ്പ് ചെയ്യും, മെൻസ്ട്രൽ സൈക്കിളും സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ആ ഒരു മെത്തേഡാണ് ലാക്ടേഷണൽ അമെനോറിയ എന്ന് പറയുന്നത്. Lactational amenorrhea or absence of menstruation method is based on the fact that ovulation and therefore the cycle do not occur during the period of intense lactation following parturition. പ്രസവത്തിന് ശേഷം കുഞ്ഞിന് ഇന്റൻസ് ലാക്ടേഷൻ, നന്നായിട്ട് കുഞ്ഞിന് പാല് കൊടുക്കുകയാണെങ്കിൽ അമ്മയില് ഓവുലേഷനും ഉണ്ടാകില്ല, മെൻസ്ട്രൽ സൈക്കിളും ഉണ്ടാകില്ല. അപ്പൊ അതുവഴി എന്ത് ചെയ്യാം, കൺസെപ്ഷൻ, ഗർഭധാരണം പ്രിവെന്റ് ചെയ്യാം. This method has been reported to be effective only up to a maximum period of 6 months following parturition. അപ്പൊ ഈ ഒരു മെത്തേഡ് എഫക്റ്റീവായിട്ട് കാണുന്നത് ഒരു 6 മാസം വരെയാണ്. പ്രസവത്തിന് ശേഷം 6 മാസം വരെ മാത്രമേ ഈ ഒരു മെത്തേഡ് എഫക്റ്റീവായിട്ട് കാണുന്നുള്ളൂ. As no medicines or devices are used in these methods, side effects are almost nil. അപ്പൊ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ മെഡിസിൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, ഒരു ഡിവൈസസും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ഇതിന് സൈഡ് എഫക്റ്റും ഇല്ല. ബട്ട് ചാൻസസ് ഓഫ് ഫെയിലുവർ ഇൻ ദിസ് മെത്തേഡ് ആർ ആൾസോ ഹൈ. പക്ഷേ ഈ മെത്തേഡ് മാത്രം വിശ്വസിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ ഫെയിലുവേഴ്സ് ഉണ്ടാകാം. ചാൻസസ് ഓഫ് ഫെയിലുവർ ഇൻ ദിസ് മെത്തേഡ് ആർ ആൾസോ ഹൈ. അതുകൊണ്ട് 100% ഇത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് അല്ല ലാക്ടേഷണൽ അമെനോറിയ എന്ന് പറയുന്ന മെത്തേഡ്. ഇനി അടുത്ത ബാരിയർ മെത്തേഡ്സിനെ കുറിച്ച് മനസ്സിലാക്കാം. ഇപ്പൊ നാച്ചുറൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്സ് മനസ്സിലാക്കി, നെക്സ്റ്റ് അടുത്ത് ബാരിയർ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. In barrier methods, ovum and sperms are prevented from physically meeting with the help of barriers. അപ്പൊ ഇവിടെ എന്താ ചെയ്യുക, ബാരിയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഓവവും സ്പേമും തങ്ങളിൽ മീറ്റ് ചെയ്യുന്നത് തടയുക. അതായത് പിക്ചറിൽ കാണുന്നത് പോലെ കോണ്ടംസ്, മെയിൽസിനും ഫീമെയിൽസിനും ഉപയോഗിക്കാവുന്ന കോണ്ടംസ് ഉണ്ട്. ആ കോണ്ടംസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, സ്പേമും എഗ്ഗും തങ്ങളിൽ മീറ്റ് ചെയ്യുന്നത് തടയുക എന്നുള്ളതാണ്. ബാരിയർ മെത്തേഡ്സിന് നമുക്ക് പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യാം. കോണ്ടംസ് മാത്രമല്ല, ഡയഫ്രംസ്, cervical caps, walls. Barrier methods can be classified into the following: condoms, diaphragms, cervical caps, walls. Condoms ne kurichu nokam. Condoms are barriers made of thin rubber or latex sheath that are used to cover the penis in the male or vagina and cervix in the female just before coitus, so that the ejaculated semen would not enter into the female reproductive tract. ഇപ്പൊ കോണ്ടംസ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചു, മെയിലിന് ഉപയോഗിക്കാൻ പറ്റുന്ന കോണ്ടംസും ഉണ്ട്, ഫീമെയിലിന് ഉപയോഗിക്കാൻ പറ്റുന്ന കോണ്ടംസും ഉണ്ട്. ഇപ്പൊ മെയിൽ കോണ്ടം ഉപയോഗിക്കുന്നത് പെനിസിനെ കവർ ചെയ്യാൻ. ഇപ്പോൾ സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നതിന് മുമ്പ് പെനിസിന്റെ പുറത്തായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു കവറിങ് ഉപയോഗിക്കുക, ഈ ഒരു കോണ്ടം ഉപയോഗിക്കുക ടു കവർ ദ പെനിസ്. അതുപോലെ തന്നെ ഫീമെയിൽസിലും എന്ത് ചെയ്യുക, വജൈനയും സെർവിക്സിനെയും കവർ ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഫീമെയിൽ കോണ്ടംസും ഉണ്ട്. അപ്പോൾ അവര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഈ കോണ്ടംസ് ഉപയോഗിക്കുക. കോണ്ടംസ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ലൈംഗിക ബന്ധത്തിന്റെ ഫലമായിട്ട് ഇജാക്കുലേറ്റ് ചെയ്യുന്ന സെമൻ എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഉണ്ട്. അപ്പൊ ഈ ഫ്ലൂയിഡിനെ ഈ കോണ്ടംസിൽ കളക്ട് ചെയ്ത് അതിനെ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. നിരോധ് ഈസ് എ പോപ്പുലർ ബ്രാൻഡ് ഓഫ് കോണ്ടം ഫോർ ദ മെയിൽ. ഇപ്പൊ മെയിൽസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു കോണ്ടമാണ് നിരോധ് എന്ന് പറയുന്ന കോണ്ടം. യൂസ് ഓഫ് കോണ്ടം ഹാസ് ഇൻക്രീസ്ഡ് ഇൻ റീസെന്റ് ഇയേഴ്സ് ഡ്യൂ ടു ഇറ്റ്സ് അഡീഷണൽ ബെനിഫിറ്റ് ഓഫ് പ്രൊട്ടക്ടിംഗ് ദ യൂസർ ഫ്രം കോൺട്രാക്ടിംഗ് STIs ആൻഡ് AIDS.
അപ്പൊ ഇപ്പോ ഈ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ റീസെന്റ് ഇയേഴ്സിൽ ക്വാണ്ടംസിന്റെ യൂസ് വളരെ പ്രചാരം നേടിയിട്ടുള്ളതാണ്. കാരണം ഇത് കൺട്രാസെപ്ഷനും സഹായിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇത് എന്തിനും സഹായിക്കുന്നു? STIs, ദാറ്റ് മീൻസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ, പ്രധാനമായിട്ടും എയ്ഡ്സ്, അതിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ബോത്ത് ദ മെയിൽ ആൻഡ് ഫീമെയിൽ കോണ്ടംസ് ആർ ഡിസ്പോസിബിൾ. ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഡിസ്പോസ് ചെയ്ത് നശിപ്പിച്ച് കളയാൻ പറ്റും. ക്യാൻ ബി സെൽഫ് ഇൻസേർട്ടഡ്, അത് സ്വയം ധരിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ദെയർ ബൈ ഗീവ്സ് പ്രൈവസി ടു ദ യൂസർ. അപ്പൊ അത് ഉപയോഗിക്കുന്ന ആളിന് അതെന്ത് കൊടുക്കുന്നു? ഒരു പ്രൈവസി കൊടുക്കുന്നുണ്ട്. ഡയഫ്രംസ്, cervical caps and walls. Diaphragms, cervical caps and walls are also barriers made of rubber that are inserted into the female reproductive tract to cover the cervix during coitus. അപ്പോൾ അടുത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മെത്തേഡാണ് ഡയഫ്രംസ്, സെർവൈക്കൽ ക്യാപ്സ് ആൻഡ് വാൾസ്. അപ്പൊ ഡയഫ്രംസും സെർവൈക്കൽ ക്യാപ്സും വാൾസും എന്നൊക്കെ പറയുന്ന ഏകദേശം ഒരേ രീതിയിലിരിക്കുന്ന ഡിവൈസസ് ആണ്. These are barriers made of rubber കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. That are inserted into the female reproductive tract to cover the cervix during coitus. ഫീമെയിൽസില് പിക്ചറിൽ നോക്കിയാൽ നമുക്ക് കാണാം, ഈ ഒരു സെർവിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് യൂട്രസിനകത്തേക്ക് സ്പേം പോകാതെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ ഡയഫ്രംസ്, സെർവൈക്കൽ ക്യാപ്സ് അല്ലെങ്കിൽ വാൾസ് എന്ന് പറയുന്ന ഈ ഇൻസ്ട്രുമെന്റ്സുകൾ സഹായിക്കും. They prevent conception by blocking the entry of sperms through the cervix. They are reusable. ഇത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിനോടൊപ്പം സ്പെർമിസൈഡൽ ക്രീംസ്, ജെല്ലീസ്, ഫോംസ് are usually used along with these barriers to increase their contraceptive efficiency. ഈ ഡയഫ്രംസും സെർവൈക്കൽ ക്യാപ്സ്, വാൾസ് എന്ന് പറയുന്ന ഇത്തരം ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ആ കൺട്രാസെപ്ഷൻ, ഗർഭനിരോധനം എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി ഈ സ്പെർമിസൈഡൽ ക്രീംസും ജെല്ലീസും അതുപോലെ തന്നെ ഫോംസും ഇങ്ങനത്തെ കുറെ മെഡിസിൻസ് പോലത്തെ സാധനങ്ങൾ നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിലും മറ്റുമൊക്കെ അവൈലബിൾ ആണ്. ഇവയും കൂടെ ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കൺട്രാസെപ്ഷൻ, ഗർഭനിരോധനം ഉറപ്പാക്കാൻ സാധിക്കും. ഇനി അടുത്ത മെത്തേഡാണ് IUDs, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. IUDs യൂട്രസിനകത്ത് നിക്ഷേപിക്കുന്ന ഇതുപോലെ പിക്ചറിൽ കാണുന്നത് പോലത്തെ ഡിവൈസസിനെയാണ് നമ്മൾ IUDs എന്ന് വിളിക്കുന്നത്. IUDs are devices inserted by doctors or expert nurses in the uterus through vagina. വജൈനയ്ക്കകത്തുകൂടെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള നേഴ്സസ് ആണ് ഇത് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇവയെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നോൺ മെഡിക്കേറ്റഡ് IUDs, കോപ്പർ റിലീസിംഗ് IUDs, ഹോർമോൺ റിലീസിംഗ് IUDs. എക്സാമ്പിൾ നോക്കിയാൽ നോൺ മെഡിക്കേറ്റഡ് IUDസിന് എക്സാമ്പിൾ ആണ് ലിപ്സ് ലൂപ്പ്. കോപ്പർ റിലീസിംഗ് IUDസിന് എക്സാമ്പിൾ ആണ് കോപ്പർ T, കോപ്പർ 7, മൾട്ടിലോഡ് 375. ഹോർമോൺ റിലീസിംഗ് IUDസിന് എക്സാമ്പിൾ ആണ് പ്രൊജസ്റ്റാസേർട്ട് LNG20. നോക്കാം, നോൺ മെഡിക്കേറ്റഡ് IUDs ഓർ ലിപ്സ് ലൂപ്പ്. പിക്ചറിൽ കാണാൻ നമുക്ക് ഇതുപോലത്തെ ഒരു ലൂപ്പ് ഷേപ്പിലുള്ള ഒരു ഡിവൈസ് ആണ് ലിപ്സ് ലൂപ്പ് എന്ന് പറയുന്നത്. അത് യൂട്രസിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നതാണ്. ഇനി കോപ്പർ റിലീസിംഗ് IUDs എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കോപ്പർ അയോൺസ് റിലീസ് ചെയ്യുന്ന IUDs ആണ്. അത് പല രീതിയിൽ അതിന്റെ ഷേപ്പുകളിൽ ഉണ്ട്. ഇപ്പൊ T ഷേപ്പിലുള്ള ഈ കാണുന്ന രീതിയിലാണെങ്കിൽ അതിനെ കോപ്പർ T എന്നാ വിളിക്കുക. ഇനി ഒരു 7 എന്ന് പറയുന്ന ലെറ്ററിന്റെ ഷേപ്പിൽ വരുമ്പോൾ അതിനെ കോപ്പർ 7 എന്ന് വിളിക്കുന്നു. ഇനി മൾട്ടിലോഡ് 375, ഇപ്പൊ 375
മില്ലിമീറ്റർ തിക്നെസ്സിലേക്ക് അതിന്റെ ലെങ്തിലേക്ക് വരുമ്പോഴത്തേക്കും അതിനെ മൾട്ടിലോഡ് 375 എന്ന് വിളിക്കുന്നു. ഹോർമോൺ റിലീസിംഗ് IUDs പ്രൊജസ്റ്റാസെർട്ട് ഓർ LNG-20. അപ്പൊ ഇവിടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവ ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട്, പ്രൊജസ്ട്രോൺ ഹോർമോൺസ് പ്രധാനമായിട്ടും. അതുകൊണ്ടാണ് ആ പേരിൽ പ്രൊജസ്റ്റാസെർട്ട് എന്ന് വരുന്നത്. എന്താണ് ഈ IUDsന്റെ മോഡ് ഓഫ് ആക്ഷൻ? IUDs increase phagocytosis of sperms within the uterus and the copper ions released suppress sperm motility and the fertilizing capacity of sperms. അപ്പൊ എന്താണ് IUDs ചെയ്യുന്നത്? കോപ്പർ T ആയാലും കോപ്പർ 7 ആയാലും അതുപോലെ തന്നെ ഹോർമോൺ റിലീസിംഗ് IUDsനൊക്കെ ഉള്ള പ്രധാനപ്പെട്ട ഒരു മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേംസ്, സ്പേംസിനെ വിഴുങ്ങി നശിപ്പിക്കുക എന്നുള്ളതാണ്. വിത്തിൻ ദ യൂട്രസ് ആൻഡ് ദ കോപ്പർ അയോൺസ് റിലീസ്ഡ് സപ്രസ് സ്പേം മോട്ടിലിറ്റി. അപ്പൊ ഇതിനകത്ത് ഈ ഇരിക്കുന്ന IUDs കോപ്പർ Tയും കോപ്പർ 7ഉം മൾട്ടിലോഡ് 375ഉം ഒക്കെ എന്ത് ചെയ്യും? കോപ്പർ അയോൺസ് റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്യുന്ന കോപ്പർ അയോൺസ് സ്പേം സെൽസിൽ ആക്ട് ചെയ്തിട്ട് സ്പേംസിന്റെ മൂവ്മെന്റിനെ സപ്രസ് ചെയ്യും, കുറയ്ക്കും. അപ്പൊ നന്നായിട്ട് സ്പേം സെൽസ് മൂവ് ചെയ്താൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. അപ്പൊ ഫെർട്ടിലൈസേഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സ്പേംസിന്റെ മൊട്ടിലിറ്റിയെ പ്രിവെന്റ് ചെയ്യും. അങ്ങനെ ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി നഷ്ടപ്പെടും. ഹോർമോൺ റിലീസിംഗ് IUDs ആണെങ്കിൽ ഇത് കൂടാതെ മേക്ക് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ ആൻഡ് ദ സെർവിക്സ് ഹോസ്റ്റൈൽ ടു ദ സ്പേംസ്. ഹോർമോൺ റിലീസിംഗ് IUDs എന്ത് ചെയ്യും? മേക്ക് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ സംഭവമാണ്. ഇംപ്ലാന്റേഷൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഹോർമോൺ ആണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ. അപ്പൊ ആ ഹോർമോണിന്റെ ഇൻബാലൻസ് വഴി ഈ എൻഡോമെട്രിയം ബിക്കംസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. അതുപോലെ തന്നെ സെർവിക്സ് ഹോസ്റ്റൈൽ ടു ദ സ്പേംസ്. സെർവിക്സിന്റെ ഒരു ഡെവലപ്മെന്റ് അത് ഹോസ്റ്റൈൽ ടു ദ സ്പേംസിനൊട്ടും അനുയോജ്യമല്ലാത്ത രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അടുത്ത നമുക്ക് ഓറൽ കൺട്രാസെപ്റ്റീവ്സിനെ കുറിച്ച് മനസ്സിലാക്കാം, ടാബ്ലറ്റുകളെ കുറിച്ച്. ഓറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രോജസ്റ്റോജൻസ് ഓർ progestogen estrogen combination in the form of tablets, pills. ഈ ഒരു ടാബ്ലറ്റുകളിലൊക്കെ എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചാല് പ്രോജസ്റ്റോജൻസ്, പ്രോജസ്ട്രോൺ ഹോർമോൺ അടങ്ങിയിട്ടുള്ള ടാബ്ലറ്റുകൾ, അല്ലെങ്കിൽ പ്രോജസ്ട്രോജൻ ഈസ്ട്രോജൻ രണ്ടും അടങ്ങിയിട്ടുള്ള കോമ്പിനേഷൻ അടങ്ങിയിട്ടുള്ള ടാബ്ലറ്റുകളാണ് ഈ കൺട്രാസെപ്റ്റീവ്സ് പിൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. Pills are taken daily for 21 days. Starting within the first 5 days of menstrual cycle. ഇപ്പൊ പിൽസ് ഉപയോഗിക്കുന്നവര് ഗർഭധാരണം തടയുന്നതിന് വേണ്ടി പിൽസ് ഉപയോഗിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്? മെൻസ്ട്രൽ സൈക്കിള് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ടാബ്ലറ്റ് കഴിക്കുക. ടേക്കൺ ഡെയിലി ഫോർ 21 ഡേയ്സ്. സ്റ്റാർട്ടിംഗ് വിതിൻ ദ ഫസ്റ്റ് 5 days ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങി 5 ദിവസത്തിനകത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങുക. എത്ര ദിവസം കഴിക്കണം? 21 ദിവസം കണ്ടിന്യൂസ് കഴിക്കുക. കഴിച്ചിട്ട് എന്ത് ചെയ്യുക? ആഫ്റ്റർ എ ഗ്യാപ്പ് ഓഫ് 7 days, 21 ദിവസം കഴിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നോർമൽ ആയിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിൾ നടക്കും. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക? ഇത് റിപ്പീറ്റ് ചെയ്യുക. ആഫ്റ്റർ എ ഗ്യാപ്പ് ഓഫ് 7 days, ഡ്യൂറിംഗ് വിച്ച് menstruation occurs. It has to be repeated in the same pattern till the female decides to prevent conception. ഈ ഒരു രീതി തുടർന്നുകൊണ്ടേ ഇരിക്കുക. എപ്പോഴാണോ ഗർഭം ധരിക്കണമെന്ന് ആഗ്രഹമുള്ളത് അപ്പോൾ ഈ മെഡിസിൻ, ഈ ടാബ്ലറ്റ്, പില്ല് സ്റ്റോപ്പ് ചെയ്യുക. എന്താണ് ഓറൽ കൺട്രാസെപ്റ്റീവ്സിന്റെ മോഡ് ഓഫ് ആക്ഷൻ? ദേ ഇൻഹിബിറ്റ് ഓവുലേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. ഇതൊരു ഹോർമോൺ ടാബ്ലറ്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. ഈസ്ട്രോജനും അതുപോലെ തന്നെ പ്രൊജസ്ട്രോണും അടങ്ങിയിട്ടുള്ള ടാബ്ലറ്റുകളായിരിക്കാം. അപ്പൊ ഇവയുടെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ദേ ഇൻഹിബിറ്റ് ഓവുലേഷൻ. ഓവറിയിൽ നിന്നും റിലീസ് ആകാതെ തടയും. ഇനി അഥവാ റിലീസ് ആയാൽ തന്നെയും ഇംപ്ലാന്റേഷനെ പ്രിവെന്റ് ചെയ്യും. ഇനി അതുപോലെ തന്നെ ആൾട്ടർ ദ ക്വാളിറ്റി ഓഫ് സെർവൈക്കൽ മ്യൂക്കസ്. സെർവിക്സില്
സെർവിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് മ്യൂക്കസ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ മ്യൂക്കസിന്റെ ക്വാളിറ്റിയെ അത് നശിപ്പിക്കും. ടു പ്രിവെന്റ് ഓർ റിട്ടാർഡ് എൻട്രി ഓഫ് സ്പേംസിന്റെ എൻട്രിയെ തടയാൻ വേണ്ടി. Pills are very effective with lesser side effects and are well accepted by the females. വളരെ കുറച്ചു മാത്രം സൈഡ് എഫക്ട്സ് ഉള്ള, ഫീമെയിൽസ് വളരെ അക്സെപ്റ്റ് ചെയ്യുന്ന കൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് പിൽസ് എന്ന് പറയുന്നത്. ഇപ്പൊ സഹേലി എന്ന് പറയുന്ന ഈ ഒരു പില്ലിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. പേര് നേരത്തെ നിങ്ങൾ കണ്ടതാണ്. സഹേലി, the new oral contraceptive for the females, contain a non-steroidal preparation. സ്റ്റിറോയിഡ് ഹോർമോൺസ് ഒന്നും അടങ്ങിയിട്ടില്ലാത്ത ഒരു പ്രിപ്പറേഷൻ ആണ് സഹേലി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ once a week pill with very few side effects and high contraceptive value. അപ്പൊ ഇത് ആഴ്ചയിൽ 1 വീതം കഴിച്ചാൽ മതി എന്നുള്ള ഒരു പില്ലാണ് സഹേലി. ഈ നെക്സ്റ്റ് മെത്തേഡാണ് ഇൻജെക്ഷൻസ് ഓർ ഇംപ്ലാന്റ്സ് എന്ന് പറയും. ഇൻജെക്ഷൻസ് ഓർ ഇംപ്ലാന്റ്സ്. Their mode of action is similar to that of pills and their effective periods are much longer. Progestogens alone or in combination with the estrogen can also be used by females as injections or implants under the skin. ഇപ്പൊ സ്കിന്നിന്റെ അടിയിൽ പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ചില വസ്തുക്കളെയാണ് നമ്മൾ ഇംപ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഹോർമോൺ ഇൻജെക്ഷൻസും. ഇത് പ്രോജസ്റ്റോൺ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഈസ്ട്രോജനും കൂടെ ചേർന്നതുമായിരിക്കാം. അപ്പൊ ഇവയുടെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് പിൽസിനെ പോലെ തന്നെ, പക്ഷെ പിൽസിനെക്കാളും എഫക്റ്റീവ് പീരിയഡ്സ് മച്ച് ലോങ്ങർ ആണ്. ഇത് സ്കിന്നിനകത്തേക്ക് ഇംപ്ലാന്റ്സ്, പിക്ചറിൽ കാണുന്നത് പോലത്തെ ഇംപ്ലാന്റ്സ് ഉണ്ട്. ഈ ഇംപ്ലാന്റ്സ് കുറേശ്ശെ ഹോർമോൺസുകളെ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. പ്രധാനമായിട്ടും പ്രോജസ്ട്രോൺ ഹോർമോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഈസ്ട്രോജനും ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ ആയിരിക്കാം. ഈ സാധനങ്ങൾ സ്കിന്നിന്റെ അടിയിലേക്ക് ഒരു ഡോക്ടറിന്റെ ഹെൽപ്പ് കൊണ്ട് എന്ത് ചെയ്യുക, ഒന്ന് ഇംപ്ലാന്റ് ചെയ്ത് വെക്കുക. ഇംപ്ലാന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ എഫക്റ്റീവായിട്ട് വളരെ കൂടുതൽ കാലം കൺട്രാസെപ്ഷൻ പ്രിവെന്റ് ചെയ്യും. Administration of progestogens or progestogen-estrogen combinations or IUDs within 72 hours of coitus have been found to be very effective as emergency contraceptives. ഇപ്പൊ എമർജൻസി കൺട്രാസെപ്റ്റീവ്സ്, ഇപ്പൊ ഒരു കൺട്രാസെപ്റ്റീവ്സ് മാർഗവും ഉപയോഗിച്ചില്ല, പക്ഷെ ഗർഭധാരണം നടക്കുമോ എന്നുള്ള ഒരു പേടിയുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക്? Administration of progestogens or progestogen-estrogen combinations or IUDs ഉപയോഗിക്കുക. 72 hours of coitus. കോയിറ്റസ് കഴിഞ്ഞതിന് ശേഷം 72 മണിക്കൂറിനകത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ have been found to be very effective as emergency contraceptives as they could be used to avoid possible pregnancy due to rape or casual unprotected intercourse. ഒരു ലേഡിയുടെ അടുത്ത് ഒരു റേപ്പ് അറ്റംപ്റ്റ് ഉണ്ടായി. അപ്പൊ ആ റേപ്പ് അറ്റംപ്റ്റിന്റെ ഫലമായിട്ട് കുഞ്ഞുണ്ടാകുമോ, പ്രഗ്നൻസിയിലേക്ക് അത് നയിക്കുമോ എന്ന് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇത്തരം IUDs ആ കോയിറ്റസ് നടന്ന 72 മണിക്കൂറിനകത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കില്ല? കൺസെപ്ഷൻ നടക്കില്ല, ഗർഭധാരണം നടക്കില്ല. ഒരു എമർജൻസി കൺട്രാസെപ്റ്റീവ് ആയിട്ട് നമുക്ക് IUDs ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി എന്താണ് സർജിക്കൽ മെത്തേഡ്സ് എന്ന് നോക്കാം. സർജറി വഴി. സർജിക്കൽ മെത്തേഡ്സ് ആൾസോ കാൾഡ് സ്റ്റെറിലൈസേഷൻ are generally advised for the male or female partner as a terminal method to prevent any more pregnancies. ഇപ്പൊ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി, ഇനി കുഞ്ഞുങ്ങളൊന്നും വേണ്ട എന്നുള്ള ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ട് അവർക്ക് ഗർഭധാരണം തടയാൻ ഉപയോഗിക്കാവുന്ന മാർഗമാണ് സർജറി, സർജിക്കൽ മെത്തേഡ്സ്. സർജിക്കൽ ഇന്റർവെൻഷൻ ബ്ലോക്സ് ഗമീറ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് thereby prevent conception. ഇത് ഗമീറ്റ് ട്രാൻസ്പോർട്ടിനെ പ്രിവെന്റ് ചെയ്യും. അതായത് ഫീമെയിൽസിൽ ഓവത്തിന്റെ ട്രാൻസ്പോർട്ടിനും മെയിൽസിൽ സ്പേംസിന്റെ ട്രാൻസ്പോർട്ടിനെയും പ്രിവെന്റ് ചെയ്യും. Sterilization procedure in the male is called vasectomy and that in the female is called tubectomy.
മെയിൽസിന് അനുവർത്തിക്കുന്ന ഈ സർജിക്കൽ മെത്തേഡിനെ വിളിക്കുന്ന പേര് വാസക്ടമി എന്ന് വിളിക്കും. ഫീമെയിൽസിൽ അതിനെ ട്യൂബക്ടമി എന്നാ വിളിക്കുക. എന്താണ് വാസക്ടമി എന്ന് പറഞ്ഞാൽ? ഇൻ വാസക്ടമി എ സ്മാൾ പാർട്ട് ഓഫ് ദ വാസ് ഡിഫറൻസ് ഈസ് റിമൂവ്ഡ് ഓർ ടൈഡ് അപ്പ്. പിക്ചറിൽ നമുക്ക് കാണാം. വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന ഈ ട്യൂബ് എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യുന്നു. അത് കട്ട് ചെയ്ത് ഒന്നുകിൽ അത് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ടൈ ചെയ്യുന്നു, കെട്ടിവെക്കുന്നു. ത്രൂ എ സ്മാൾ ഇൻസിഷൻ ഓൺ ദ സ്ക്രോട്ടം. ഇപ്പൊ സ്ക്രോട്ടത്തില് ചെറിയ ഒരു മുറിവുണ്ടാക്കിയിട്ട് ആ മുറിവിൽ കൂടെ ഡിവൈസ് കടത്തി എന്ത് ചെയ്യുന്നു? ഈ രീതിയിൽ വാസ് ഡിഫറൻസിനെ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്ത് ചെറിയൊരു പാർട്ട് കട്ട് ചെയ്ത് മാറ്റുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് രണ്ട് എൻഡും ഇതുപോലെ എന്ത് ചെയ്യുക? ടൈ ചെയ്യുക, കെട്ടിവെക്കുകയോ ചെയ്യുന്നു. ഇതൊരു പെർമനന്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. ഈ ട്യൂബക്ടമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എ സ്മാൾ പാർട്ട് ഓഫ് ദ ഫാലോപ്പിയൻ ട്യൂബ് ഈസ് റിമൂവ്ഡ് ഓർ ടൈഡ് അപ്പ് ത്രൂ എ സ്മാൾ ഇൻസിഷൻ ഇൻ ദ അബ്ഡോമൻ ഓർ ത്രൂ വജൈന. ട്യൂബക്ടമിയിൽ എന്താ ചെയ്യുക? ഓവം കൊണ്ടുവരുന്ന ട്യൂബാണ് ഫാലോപ്പിയൻ ട്യൂബ് അല്ലെ? അപ്പൊ ആ ട്യൂബിനെ കട്ട് ചെയ്യുന്നു. നേരത്തെ വാസക്ടമിയിൽ ചെയ്തതുപോലെ, വാസ് ഡിഫറൻസിനെ കട്ട് ചെയ്തതുപോലെ ഫീമെയിൽസിൽ എന്ത് ചെയ്യുന്നു? ഫാലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്യുന്നു. ത്രൂ എ സ്മാൾ ഇൻസിഷൻ ഇൻ ദ അബ്ഡോമൻ ഓർ ത്രൂ വജൈന. അപ്പൊ അബ്ഡോമനിൽ ഒരു ചെറിയൊരു മുറിവുണ്ടാക്കിയിട്ട് അതുവഴിയോ അല്ലെങ്കിൽ വജൈനയ്ക്കകത്തുകൂടെയോ ഇൻസ്ട്രുമെന്റ് കടത്തിയിട്ട് ചെയ്യുന്നു. ദീസ് ടെക്നിക്സ് ആർ ഹൈലി എഫക്റ്റീവ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്കാണിത്. ബട്ട് ദയർ റിവേഴ്സിബിലിറ്റി ഈസ് വെരി പുവർ. പക്ഷെ ഇത് വീണ്ടും തിരിച്ച് ആ ആളിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇതിനെ വീണ്ടും ജോയിൻ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അത് വളരെ സക്സസ്ഫുൾ അല്ല എന്നുള്ളതാണ്. അതാണ് ബട്ട് ദ റിവേഴ്സിബിലിറ്റി ഈസ് വെരി പുവർ. ഇനി ഈ കൺട്രാസെപ്റ്റീവ്സ് മെത്തേഡ്സ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഇൽ ഇഫക്ട്സുകൾ, സൈഡ് എഫക്ട്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. One is forced to use contraceptive methods either to prevent pregnancy or to delay or space pregnancy due to personal reasons. ഒരാള് കൺട്രാസെപ്റ്റീവ് ഡിവൈസ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? either to prevent pregnancy പ്രിവെന്റ് ചെയ്യാനോ, or delay രണ്ട് കുഞ്ഞുങ്ങൾ തങ്ങളിൽ ആവശ്യത്തിന് പ്രായ വ്യത്യാസം ഉണ്ടാകാനോ ഒക്കെയാണ് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. അപ്പൊ അതിൻ്റെ ഉണ്ടാകാവുന്ന ഇൽ എഫക്ട്സുകൾ എന്തൊക്കെയാണ്? നൗസിയ, തലച്ചുറ്റൽ ഉണ്ടാകാം, ഒക്കാന ഉണ്ടാകാം അല്ലെ? നൗസിയ മീൻസ് വൊമിറ്റിംഗ് ടെൻഡൻസി. അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകാം, ബ്രേക്ക് ത്രൂ ബ്ലീഡിങ്. ഇപ്പൊ മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങിക്കഴിഞ്ഞിട്ട് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാതെ വരിക, ഇറഗുലർ മെൻസ്ട്രൽ ബ്ലീഡിങ് ഇറഗുലർ ആയിട്ട് മാറുക, ഓർ ഈവൻ ബ്രസ്റ്റ് ക്യാൻസർ, ദോ നോട്ട് വെരി സിഗ്നിഫിക്കൻറ്റ്. ബ്രസ്റ്റ് ക്യാൻസർ വരെ വളരെ അപൂർവമായിട്ട്, വളരെ സിഗ്നിഫിക്കൻ്റ് ഒന്നും അല്ല, വളരെ അപൂർവമായിട്ട് ഉണ്ടാകുന്നതാണ്. ഷുഡ് നോട്ട് ബി ടോട്ടലി ഇഗ്നോർഡ്. അപ്പൊ ഇത്തരം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കാണുക എന്നുള്ളതാണ്. ഷുഡ് നോട്ട് ബി ടോട്ടലി ഇഗ്നോർഡ്. അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. നൗസിയ, അബ്ഡോമിനൽ പെയിൻ, ബ്രേക്ക് ത്രൂ ബ്ലീഡിങ്, ഇറഗുലർ മെൻസ്ട്രൽ ബ്ലീഡിങ്. ഇതാണ് പോസിബിൾ മെയിൻ ആയിട്ടുള്ള ഇൽ എഫക്ട്സ്. ഈവൻ ബ്രസ്റ്റ് ക്യാൻസർ, വളരെ അപൂർവമായിട്ട് ബ്രസ്റ്റ് ക്യാൻസറിലേക്കൊക്കെ നയിക്കുന്ന ചില പ്രോബ്ലംസും ചിലരിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൺട്രാസെപ്റ്റീവ്സ് മെത്തേഡ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. For video lessons, please subscribe TLP's biology classes. Thank you.